ഇവിടെ ഇവളുടെ ബോസ് ഇവളെ ഒരു പ്രധാനപ്പെട്ട ക്ലയന്റിനൊപ്പം ഡിന്നറിന് പോകാൻ പറയുന്നു. അവൾ യാതൊരു മടിയും കൂടാതെ ഓക്കെ പറയുന്നു. അങ്ങനെ അവൾ ആ ക്ലയന്റിനൊപ്പം ഡിന്നർ കഴിഞ്ഞ് അവന്റെ വീട്ടിലേക്ക് പോകുന്നു. അവൻ അവളെ വീടിനകത്തേക്ക് കയറ്റിവിട്ട് ക്രൂരമായി ചിരിച്ചുകൊണ്ട് ഡോർ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം കുറച്ചുനേരം കഴിഞ്ഞ് അകത്ത് നിന്ന് അവളുടെ നിലവിളി കേൾക്കുന്നു. അവൾ വീടിനകത്ത് നിന്ന് പുറത്തേക്ക് ഓടുന്നു. അതിനകത്ത് എന്താണ് നടന്നതെന്ന് അറിയില്ല. പക്ഷെ അവളുടെ മുഖത്ത് മുറിവുകളുണ്ട്. അവൾ അവിടെ നിന്ന് പേടിച്ചോടി അടുത്ത വീട്ടിൽ വന്ന് ഹെൽപ്പ് ചോദിക്കുന്നു. പക്ഷെ ആരും സഹായിക്കുന്നില്ല. അതിനുശേഷം അവൾ വീണ്ടും അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നു. വേറെ വഴിയില്ലാതെ രണ്ട് ലേഡീസിന്റെ സഹായത്തോടെ അവൾ പോലീസിനെ വിളിക്കുന്നു. പക്ഷെ അവർ അവളെ ഹെൽപ്പ് ചെയ്യാതെ പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ അടയ്ക്കുന്നു. അതുമാത്രമല്ല ഒരു ഓഫീസർ വന്ന് സെല്ലിന്റെ ഡോർ ഓപ്പൺ ചെയ്യുന്നു. നോക്കുമ്പോൾ ആ ക്ലയന്റ് ഇവിടേക്ക് വരുന്നു. അവനെ കണ്ടവൾ ഭയങ്കരമായി പേടിക്കുന്നു. അന്ന് രാത്രി സെല്ലിൽ നിന്ന് രക്ഷപ്പെട്ട് അവൾ പുറത്തേക്ക് വരുന്നു. അപ്പോഴാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെയുള്ള ചുവരിൽ ഒത്തിരി മിസ്സിംഗ് വുമൻസിന്റെ ഫോട്ടോസ് ഒട്ടിച്ചിരിക്കുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടവൾ നേരെ ബോസിന്റെ അടുത്തേക്ക് പോയി ഹെൽപ്പ് ചോദിക്കുന്നു. അയാൾ അവളെ കണ്ടതും സഹതാപത്തോടെ പോയി ഫ്രഷ് ആവാൻ പറയുന്നു. ഫ്രഷായി വന്നവൾ ആരും അറിയാതെ ബോസിന്റെ ലാപ്ടോപ്പ് ചെക്ക് ചെയ്യുന്നു. നോക്കുമ്പോൾ സ്റ്റേഷനിൽ കണ്ട മിസ്സിംഗ് വുമൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട്. അതിൽ ഇവളുടെ പേരുമുണ്ട്.